ലിസ് മാത്യു, ഇവിടെ ഇവിടെ അനിൽ ബോസ് പറയുന്നത് പോലെ അനിൽ ബോസ് അവരുടെ ടോപ്പ് ബ്രാസ് ചർച്ചകൾ നേരിട്ടറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്താണ് മൊത്തം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും പല പല സിനേറിയോകൾ അവർ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും സിനേറിയോയിൽ നേരിയ ഭൂരിപക്ഷം വരികയാണെങ്കിൽ ഭരണം പിടിക്കാനുള്ള ആലോചന നടക്കുന്നു. നാളെ അവരുടെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാൻ പോകുന്നു. ഇവിടെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞകൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊള്ളൂ. അവിടെ പ്രസാർ ഭാരതിയുടെ ക്യാമറകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും വേണമെങ്കിൽ ഇവരുടെ എന്താണ് ഒരു ഇലക്ഷൻ നറേറ്റീവ് ബിൽഡിംഗ് ആണ്, അവസാന 57 സീറ്റുകളിലേക്കുള്ള ഒരു ഇലക്ഷൻ നറേറ്റീവ് ബിൽഡിംഗ് ആണ് എന്ന് കരുതാമെങ്കിൽ ഗ്രൗണ്ടിൽ ഇതിനിടയിൽ കിടക്കുന്ന യാഥാർത്ഥ്യം, സത്യം എവിടെയാണെന്ന ഒരു ക്ലാരിറ്റി ഇതിനോടകം വരുന്നുണ്ടോ ശ്രീമതി ലിസ് മാത്യു? ഫലം നമുക്ക് അതിൻ്റെ അവസാന ഫലം നമുക്ക് നേരിട്ട് പ്രവചിക്കാനാവില്ല. എക്സിറ്റ് പോൾ വളരെ ശാസ്ത്രീയമായി നടത്തുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പോലും പലപ്പോഴും തെറ്റിപ്പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കൂടുതലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർമാർ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായി പറയുകയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത്ര കൃത്യമായിട്ട് ഈ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ പാർട്ടിയുടെയും സീറ്റ് നില അറിയാമോ എന്ന് പറയുന്നത് അതിനകത്ത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിലെ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അനൗൺസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു വളരെ ഏകപക്ഷീയമായി എന്ന പലരും കരുതിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നമ്മൾ അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളും പാർലമെന്റിൽ കേട്ടു. അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു പ്രോസസ്സ് മാത്രമാണ്, വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ വരും എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ ശരിയാണ്, ഗ്രൗണ്ടിൽ ഒരു വളരെ അതിശക്തമായ ഒരു വേവ് ഒരു പാർട്ടിക്കും ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ BJP അതിന് കൊടുക്കുന്ന ഒരു ന്യായീകരണം അതാവാം ശരി, ഞാൻ അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഒരു സ്റ്റാറ്റസ് കോ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു വലിയ എക്സൈറ്റ്മെന്റ് കാണില്ല. പ്രത്യേകിച്ച് ഇത് മൂന്നാമത്തെ ടേമാണ്. ആദ്യത്തെ 2014-ലും 2019-ലും കണ്ടതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് വോട്ടർമാരുടെ ഇടയ്ക്ക് ഈവൻ പാർട്ടിക്കാരുടെ ഇടയ്ക്ക് പോലും കാഡറിന്റെ ഇടയ്ക്ക് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് ഒരു വിശദീകരണം അവർ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈവൻ രാം മന്ദിറിന് പോലും അതിനോടുള്ള ആ വിഷയത്തെ പോലും വളരെ എക്സൈറ്റ്മെന്റോടെ ആരും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു പരിധി വരെ നമുക്ക് പറയാം രാം മന്ദിർ എന്നുള്ള അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ചർച്ചാ വിഷയമായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്വാഭാവികമായിട്ടും അദ്ദേഹം മാത്രമായിരുന്നു BJPയുടെ പ്രധാനവും BJPയുടെ എല്ലാ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ എല്ലാത്തിൻ്റെയും സെന്ററും നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഒരു ദേഷ്യമോ, ഹിന്ദിയിൽ ഇവർ പറയുന്ന ഒരു വാക്ക് നാഖുഷ് ഹേ ലേക്കിൻ നാരാസി നഹി ഹേ എന്ന് വെച്ചാൽ ഒരു ദേഷ്യമില്ല. നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഇരിക്കുന്ന സർക്കാരിനെ തിരിച്ചു വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന്റെ ഇടയ്ക്ക് അതുപോലെയുള്ള ഒരു ദേഷ്യം വേണം. ആ ദേഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സർക്കാരിനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ജനറൽ ഒരു വിശ്വാസം. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ മറികടന്ന് വേറൊരു സർക്കാർ വരാനോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാനോ അങ്ങനെയുള്ള ഒരു സിഗ്നൽ ഒന്നും വാസ്തവം പറഞ്ഞാൽ ഇപ്പം എന്നെ പോലെ പലരും ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്തു, ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പക്ഷെ ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് അല്ലായിരുന്നു ഇത്. അതിന് പ്രത്യേകിച്ച് ആദ്യത്തെ 2 ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ഭാഷ തന്നെ മാറിയത്. ആദ്യം വികസനത്തെ തുടങ്ങി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വരവും ടോണും എല്ലാം മാറിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടായിരിക്കുമല്ലോ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു പോളറൈസിങ് രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഒരു ഫോർഗോൺ കൺക്ലൂഷൻ അല്ല, എങ്കിൽ തന്നെയും അതിനെ എല്ലാം മറികടന്ന് ഒരു വളരെ വലിയൊരു ഷോക്കിംഗ് സർപ്രൈസ് എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുമില്ല. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ
ഒരു തെരഞ്ഞെടുപ്പായി മാറി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതായത് ഒരു ലാക്ലസ്റ്റർ ഒരു ക്യാമ്പയിൻ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെ ഈ ഭരണപക്ഷം ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, പലരെയും രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു, പല ആൾക്കാരെയും നോമിനേഷൻ ഫയൽ ചെയ്തെടുത്തു നിന്ന് പിരിച്ചെടുത്തു കൊണ്ടുപോയി പാർട്ടി മാറ്റി, അങ്ങനെ പാർട്ടിക്ക് കാൻഡിഡേറ്റ് ഇല്ലാതെ വന്നു. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയും അവരുടെ കൂടെയുള്ള മറ്റു പാർട്ടികളും ഒപ്പോസിഷൻ പാർട്ടികളുടെ ഒരു റെസിലിയൻസ് അത് വളരെ ഇതായി തന്നെ അവർ ഫൈറ്റ് ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് ഒരു നോർമൽ തെരഞ്ഞെടുപ്പായി മാറി. അതായത് 2014 ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും 2019 ഒരു സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ഇലക്ഷൻ മീൻസ് ഒരു തെരഞ്ഞെടുപ്പിന്റേതായ ഒരു വ്യക്തമാണ്, വളരെ നോർമലായ ഒരു നോർമൽ തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോട്ടീവായ ഫാക്ടേഴ്സ് ഇല്ലാത്ത ഒരു നോർമൽ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.